കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ വൻ സ്ഫോടനം. ബോംബ് നിർമ്മാണത്തിനിടെയായിരിക്കാം പൊട്ടിത്തെറി നടന്നത് എന്നാണ് സൂചന. സംഭവത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണ് കണ്ടെത്തിയത്. വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു. അടുത്ത വീടുകൾക്കും കേടുപാട് ഉണ്ടായിട്ടുണ്ട്. കൊച്ചിയിലെ കനറ ബാങ്ക് ശാഖയിൽ പുതുതായി എത്തിയ ബാങ്ക് മാനേജർ കാന്റീനിൽ ബീഫ് നിരോധിച്ചതിന് പിന്നാലെ ബാങ്കിൽ ബീഫ് ഫെസ്റ്റ് നടത്തി തൊഴിലാളി സംഘടന. ബാങ്ക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ബാങ്കിൽ ബീഫ് ഫെസ്റ്റ് നടത്തി പ്രതിഷേധിച്ചത്. ബീഹാറി സ്വദേശിയായ റീജിയണൽ മാനേജറാണ് കാന്റീനിൽ ബീഫ് വിളമ്പരുതെന്ന് നിർദ്ദേശിച്ചത്. ഇതിന് പിന്നാലെയായിരുന്നു പ്രതിഷേധം സംഘടിക്കപ്പെട്ടത്. പാകിസ്ഥാനെ പോലെ തന്നെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് ഇന്ത്യയും അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യണമെന്ന് ട്രംപ് മോദിയുമായുള്ള ഫോൺ കോളിൽ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ അഭ്യർത്ഥന നിരസിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ അവസാനത്തിൽ മറ്റൊരു രാജ്യവും ഇടപെട്ടിട്ടില്ലെന്ന് ലോകത്തോട് വ്യക്തമാക്കി. നോബൽ സമ്മാനം സ്വപ്നം കണ്ട ട്രംപിന് മോദിയുടെ ഈ നിലപാട് ആദ്യ തിരിച്ചടിയായി. ഇതിനെ തുടർന്നുണ്ടായ ട്രംപിൻ്റെ വ്യക്തിപരമായ സംഘർഷമാണ് ഇന്ത്യയോടുള്ള ശത്രുത വർദ്ധിക്കാൻ ഇടയാക്കിയതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. ചെന്നൈയിൽ യുവ കാർഡിയാക് സർജൻ ആശുപത്രി ഡ്യൂട്ടിക്കിടെ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. ചെന്നൈ സവിത മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ ഗ്രാഡ്ലിൻ റോയ് 39 വയസ്സുകാരനാണ് മരിച്ചത്. ആശുപത്രിയിൽ റൗണ്ട്സിനിടെ ഡോക്ടർ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഉടൻ വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് വടകരയിൽ ഓണാഘോഷ പരിപാടികൾ അതിരുവിട്ടതോടെ അധ്യാപകർ ഇടപെട്ട് ശകാരിച്ചു. ഇതിന് പിന്നാലെയാണ് +2 വിദ്യാർത്ഥി സ്കൂളിൽ നിന്നും ഇറങ്ങിയോടിയത്. ഇതിനിടെ കൂട്ടുകാരെ വിളിച്ച് ആത്മഹത്യാ ഭീഷണിയും വിദ്യാർത്ഥി മുഴക്കിയിരുന്നു. സംഭവം പോലീസിൽ അറിയിച്ചതോടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ച് അന്വേഷണവും ആരംഭിച്ചു. കുട്ടി ഇരിങ്ങൽ ഭാഗത്തുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പാളത്തിൽ നിൽക്കുകയായിരുന്നു വിദ്യാർത്ഥി. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി ഫൈനലിൽ വിജയപുരം 1ാം സ്ഥാനം നേടി. കഴിഞ്ഞ തവണ ഫോട്ടോ ഫിനിഷിൽ 2ാം സ്ഥാനത്തായിരുന്നു വിജയപുരം. 2ാം സ്ഥാനം നടുഭാഗത്തിന്. സംസ്ഥാനത്ത് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചു. പവന് ഇന്ന് 1200 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില സർവകാല റെക്കോർഡ് നിലയിൽ എത്തിയത്. 76,960 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. ഗ്രാമിന് 150 രൂപയാണ് വർദ്ധിച്ചത്. 9,620 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില.